മെന്റലിസ്റ്റ് അഭിജിത്ത് അടിപൊളിയാണ്. ശരിക്കും ഷോക്കായിപ്പോയി. മെന്റലിസത്തിനെ കുറിച്ച് എന്താ എക്സ്പീരിയൻസ് ലൈവായിട്ട്? ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാ, ഫസ്റ്റ് ടൈം. കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ട്, റീൽസിൽ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ സന്തോഷമായി. സംതിങ് ഡിഫറെന്റ് അല്ലേ? അതെ അതെ, വെറൈറ്റി. കറക്റ്റ്. വലിയ ആളാണോ? ട്രാവൽ ചെയ്യുന്ന ആളാ. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ മേ ബി വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ടോ? അതോ ഇന്ത്യക്ക് ഒത്തിരി പോയിട്ടുണ്ട്? ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എപ്പോഴും കാണില്ലേ, നമുക്ക് പോകണം അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം, അതൊന്ന് ഗസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ. ശരിയായ അഭിജിത്ത് സൂപ്പറാന്ന് പറയണം, തെറ്റിയാലും അങ്ങനെ തന്നെ പറയണം. തെറ്റിയാൽ അഭിജിത്ത് സൂപ്പർ അല്ല. ഓക്കെ, നമുക്കൊന്ന് ട്രൈ നോക്കാം. ജസ്റ്റ് ആ ഡെസ്റ്റിനേഷൻ തന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, സേ ഫോർ എക്സാമ്പിൾ നാളെ അങ്ങോട്ട് പോവുകയാണ്, യു ആർ ട്രാവലിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ സിറ്റി ഓർ എ കൺട്രി. എന്തായിരിക്കും? ഓക്കെ, എന്തായിരിക്കും ഒരു സാധനം, ലൈക്ക് വൺ തിങ് യു വിൽ ബൈ? സ്ഥലത്തിൻ്റെ പേര് പറയണ്ട, എന്ത് സാധനമായിരിക്കും വാങ്ങിക്കുക? സ്കിൻ കെയർ വാങ്ങും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വൺ തിങ് വിച്ച് യു വിൽ ബൈ. ആ സ്ഥലം തന്നെ ഒന്ന് മനസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഹോൾഡ് ചെയ്തോ, ജസ്റ്റ് അല്ല ഒരു കൈ വെച്ചാൽ മതി, അതങ്ങ് മാറ്റി വെച്ചോ. ഓക്കെ, കൈ ഒന്ന് ഹോൾഡ് ചെയ്തോ, ഇവിടെ വെച്ചോ. ജസ്റ്റ് കീപ് തിങ്കിങ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്, അവിടെ ട്രാവൽ ചെയ്യുന്നതായിട്ട്. സോ മേ ബി യു നീഡ് എ വിസ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് നോട്ട് ഇൻ ഇന്ത്യ, ഇറ്റ്സ് സംവെയർ ഔട്ട്സൈഡ്. ഓക്കെ, ഇസ് ഇറ്റ് സ്റ്റാർട്ടിങ് ആൽഫബറ്റ് ഒന്ന് മനസ്സിലാവും. കീപ് റിപ്പീറ്റിംഗ് ദ ഫസ്റ്റ് ആൽഫബറ്റ്, ലൈക്ക് എ ബി സി, can be any. Okay, happy traveling to Japan. കറക്റ്റ്. അതെങ്ങനെ? പോയിട്ടുണ്ടോ? ഇല്ല. പോകാൻ താല്പര്യമുണ്ട്? അതല്ലേ ഡ്രീം ഡെസ്റ്റിനേഷൻ. എന്താ ലൈക്ക് what is എന്താ what is so specific in Japan? എനിക്കറിയത്തില്ല. കുറെ വ്ലോഗ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഭയങ്കര അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. പ്ലേസ് ആണ് and something different അല്ലേ? എപ്പോഴും ജപ്പാൻ is ഭയങ്കര ഡിഫറെന്റ്. പോണം എന്ന് ഭയങ്കര ആഗ്രഹം. അടിപൊളി കേട്ടോ, ഒരു രക്ഷയല്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ പോയിന്റോ, ഞാൻ ഞെട്ടിപ്പോയി. ഡ്രീം ഡെസ്റ്റിനേഷനാണ് എന്നോട് ചോദിച്ചത്, കറക്റ്റ് അതേപോലെ ജപ്പാൻ പറഞ്ഞു. ശരിക്കും ഞെട്ടിപ്പോയി. അടിപൊളി, പൊളി.